ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ തകൃതിയുള്ള പരിപാടിയിലെന്നല്ലേ? ഞങ്ങളിന്ന് വൈകിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. എവിടെയാണെന്നല്ലേ അത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക നമ്മുടെ വീഡിയോസിനൊക്കെ. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആദ്യം ഞാൻ കൂടുതൽ റീൽസൊക്കെ ചെയ്യാറ്, വീഡിയോസ് വ്ളോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ വൈക്കത്തമ്പലത്തിൽ വൈകിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറികളൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതിയുള്ള തകൃതിയായ പരിപാടിയിലായിരുന്നു. ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ തക്കാളിയും പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കുവാണ്. ഞാൻ ആദ്യം ഇവിടെ കുട്ടേട്ടൻ്റെ വീട്ടിൽ വന്ന പിന്നെ അവിടെ തക്കാളിയും പരിപ്പ് കൂട്ടാനും കഴിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തക്കാളി കറി മാത്രമേ ഉണ്ടാക്കാറുള്ളായിരുന്നു. ഇങ്ങനെ പരിപ്പും തക്കാളിയും കൂടെയുള്ള ഒരു കറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിവിടെ വന്ന് അമ്മ ഉണ്ടാക്കി തന്ന കേട്ടോ. നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ. അതിനിടയ്ക്ക് അമ്മ ഒന്ന് ചോദിച്ചു എന്ത് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു തക്കാളിയും പരിപ്പ് കൂട്ടാനാണ്. എന്നൊരു കാര്യം ചെയ്താലോ, പരിപ്പും പയറും കൂടി ഒലത്തിയാലോ എന്ന്. ഒലത്തിയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറും മെഴുക്കുരട്ടി എന്നൊക്കെ പറയില്ല, നമ്മൾ തോരൻ എന്നൊക്കെ പറയില്ലേ, തോരൻ മെഴുക്കുരട്ടി അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അതിന് ഇവിടെ അമ്മ പറയുന്നു ഒലത്തുക എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ അവിടെ അങ്ങനെ പറയാറ്. ഇവിടെ അമ്മ വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെ എന്ത് പറഞ്ഞാലും ഒലത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കി കണ്ട് പഠിച്ചതാണ്. ഉണ്ടാക്കും, പക്ഷേ അമ്മയുടേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയൊന്നും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഉണ്ടാക്കിയതാണ്. പരിപ്പും തക്കാളിയും കൂടെ ഇതേ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനത് ഉണ്ടാക്കി അമ്മയുടേതായിട്ടുള്ള ഇതിലൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഇപ്പോൾ ഞാനും ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ ഉണ്ടാക്കി തക്കാളിയും പരിപ്പ് അത് സെറ്റാക്കി. പിന്നെ അമ്മ പയർ ശരിയാക്കി തരും. പിന്നെ അത് ശരിയാക്കി കഴിഞ്ഞാൽ പയറും കൂടെ ഒക്കെ ഓക്കെ ആക്കി. അപ്പോഴത്തേൻ്റെ നമ്മുടെ അല്ലൂട്ടൻ എണീറ്റു. കുട്ടേട്ടൻ ഇന്ന് ലീവാട്ടോ, കുട്ടൻ ഇന്ന് പോയിട്ടില്ല. കുഞ്ഞാപ്പി എണീറ്റ് വന്നു. ഇനി അവനെ കുളിപ്പിക്കണം. എണീറ്റ് കിടക്കുക ആൾ. നേരെ ഇനി കുളിപ്പിക്കാനുള്ള കാര്യത്തിലേക്കൊക്കെ ഇനി പോകണം. കുട്ടിയേട്ടനുണ്ട്. വന്നിട്ട് കഴിഞ്ഞാൽ അവനിങ്ങനെ കുറേ നേരം തൊട്ടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേ നേരെ കുളിപ്പിക്കാനെടുത്തു. കുളിപ്പിക്കുമ്പോഴും ഇതുപോലെ തന്നെ വെള്ളമൊക്കെ മെത്തൊഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നാ ചിരിയെന്ന് പറയും. ഞാൻ അതിൻ്റെ കൂടെ കിടന്ന് ചിരിക്കും. കുട്ടിയേട്ടനാട്ടോ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ ആഴ്ച ഒരു 2 പ്രാവശ്യമെങ്കിലും തലയിൽ താളി ഇടാറുണ്ട്. എൻ്റെയും കുട്ടിയേട്ടൻ്റെ തലയിൽ നല്ല താരനുണ്ട് ഇപ്പോൾ. അതുകൊണ്ടിട്ട് കുട്ടിയേട്ടൻ്റെ തലയിൽ നിന്നാട്ടോ എനിക്കും കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ ചേച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവിടെ താളിയുടെ ഇല പറിക്കുന്നത്. ഞങ്ങൾ ചേച്ചീനെ നോക്കി പറിച്ചോട്ടേ എന്ന് ചോദിക്കാണ്ട് ചേച്ചീനെ കണ്ടില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. താളിയൊക്കെ പറടി, നീ എൻ്റെ ചെമ്പരത്തി പറിച്ചു. അങ്ങനെ ചെമ്പരത്തി താളിയൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങളിതേ നടന്നിങ്ങോട്ട് പോരുവാണ്. എൻ്റെ കോലം കണ്ട് അരഞ്ഞിട്ടുണ്ട ഗായസ്. ഡെലിവറി കഴിഞ്ഞോടുകൂടി ഞാൻ ക്ഷീണിച്ചായിരുന്നു ശരിക്കും. ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഇവിടെ വീട്ടിലുണ്ടായതാണ്. ഇവിടെ പുറകിൽ ചേട്ടൻ്റെയൊക്കെ അവിടെ പുറകിലൂടെ നിൽക്കുന്നതാണ് അല്ലിനാരങ്ങ. ഇവരിവിടെ കുമ്പിളുമൂസ് നാരങ്ങ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലിനാരങ്ങ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം നേരെ താളി അരച്ച് തല തേക്കാനുള്ള തയ്യാറെടുപ്പിലേക്കായി. ഞാൻ കുട്ടേട്ടൻ്റെ തലയിലോട്ട് കൊടുക്കും. കുട്ടേട്ടന് എൻ്റെ തലയിലും താളി തേച്ച് തരും. പക്ഷേ ഇത് തേച്ചതുകൊണ്ടുകൂടി നല്ല ഗുണമുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ നല്ല താരം ശരിക്കും കുറേ. ഞാൻ ഷാമ്പു ഒക്കെ ഒരുപാട് ഉപയോഗിച്ചതാണ്. പക്ഷേ ഷാമ്പു ഉപയോഗിച്ചിട്ടൊക്കെ മാറി, പിന്നെയും വന്നു. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. ഞാൻ കൂടുതൽ ഇപ്പോൾ താളി തന്നെ ഇടാറ്. ഇപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും കൂടി തലയിൽ താളി കത്തിച്ച് പട്ടി ഷോ കാണിച്ചിരിക്കുന്നത്. നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വൈകിട്ട് കുളിച്ച് പോകുന്നു. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോയായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിനെയും പിടിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരെ അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ 7 മണിയായി. ഇതാണ് ഞാൻ ഇന്നിട്ടേക്കുന്ന ഒരു ഡ്രസ്സ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തൊരു ഡ്രസ്സായിരുന്നു. മേളം കേട്ടതിൻ്റെ താളമാട്ടോ ഞാനീ കാണിക്കുന്നത്. നിങ്ങളോർക്കും ഞാൻ എന്നെ ഈ കിടന്ന് തുള്ളുന്നതെന്ന്. മേളം കേട്ടപ്പോൾ കുഞ്ഞാപ്പി ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ താളത്തിനൊപ്പം ഞാനും കിടന്ന് തുള്ളുന്നത്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു പട്ടി ഷോ. അങ്ങനെ പിന്നെ ഞാനും ഇത് അമ്മയാണ്, ഇത് ചേട്ടൻ, ഇത് ചേച്ചിയുടെ 2 പിള്ളേർ കുട്ടീസുകൾ, തനുവും തമ്പുവും. കുഞ്ഞാപ്പി തലയുടെ കുട്ടേട്ടൻ്റെ തോളെ കയറി എന്നിട്ട് ഭയങ്കര ചിരിയാണ്. ചേട്ടൻ എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദേഹേൻ്റെ അടിക്ക് നമ്മുടെ തനുവിൻ്റെ ഓരോരോ ഗോഷ്ടികളും. ഇത് കുടമാറ്റമായിരുന്നു. ഞങ്ങൾ പിന്നെ കുടമാറ്റമൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പക്ഷെ കുഞ്ഞാപ്പി സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഞങ്ങളിതേ ഇവിടെ മുളക് ബജിയും മറ്റു കോളിഫ്ലവറും ഇതൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. നല്ല സ്വാദായിരുന്നു കേട്ടോ. കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടാക്കിയതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഞങ്ങളിത് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കായി. കുഞ്ഞുള്ളതല്ലേ, ഇത് വരെ നിന്നില്ല ഞങ്ങൾ.
അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ വൈക്കത്ത് അമ്പലത്തിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ല. പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ വൈക്കത്ത് അമ്പലം പുറത്ത് നിന്ന് കണ്ടതല്ലാതെ ഞാൻ ഇതുവരെയായിട്ട് വൈക്കത്ത് അമ്പലത്തിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അതും എൻ്റെ കുഞ്ഞാപ്പിയും എൻ്റെ കുട്ടേട്ടനും കാർത്തിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് എനിക്ക് പോകാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. കുട്ടികളൊന്നും ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കണ്ണും പിടിച്ചിരിക്കണായിരുന്നു. കുഞ്ഞാപ്പി മാത്രം നല്ല ഉറക്കമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ എണ്ണീറ്റു. അപ്പോൾ ചേച്ചി നോക്കുമായിരുന്നു. നീ എന്തടി വീഡിയോ എടുക്കണോ? ഞാൻ ചേച്ചി വ്ളോഗാ. ചേച്ചി അപ്പോൾ നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ടാറ്റാ ബൈബി ഓക്കെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോയി. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ചേട്ടൻ ചേച്ചീൻ്റെ വീട്. ഒരൊറ്റ മുറ്റത്ത് തന്നെ ഞങ്ങളുടെ വീട്. എല്ലാവരും ടോയ്സൊക്കെ മേടിച്ച് എൻ്റെ സന്തോഷത്തിലായിരുന്നല്ലോ. കാർത്തിയും തമ്പുവും തനുവും എല്ലാത്തിനും ടോയ്സൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ പോപ്കോണൊക്കെ മേടിച്ചു. ഇത് കുഞ്ഞാപ്പി ആകെ ക്ഷീണിച്ചിരിക്കുക. ഒന്ന് കിടന്നാൽ മതി എൻ്റെ അമ്മേ, എന്നെ ഒന്ന് കിടത്തുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കുഞ്ഞാപ്പി നിൽക്കുന്നത്. അവന് കിടക്കാൻ ഇഷ്ടമാണ്. കുറച്ച് നേരം കയ്യിലിരുന്നിട്ടൊക്കെ പെട്ടെന്ന് കിടക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആൾ. ഒരാളിതേ ഇവിടെ ഒരു ടോയ്സൊക്കെ മേടിച്ച് പൊട്ടിക്കണതിൻ്റെ ധൃതിയിലൊക്കെ കാർത്തി. ഒരാൾ കിടത്തിയപ്പോൾ എന്തൊരു സന്തോഷം. ഇനി ആ ഉടുപ്പും കൂടെ അങ്ങ് ഊരിയാൽ മതി ആൾക്ക് എന്നെങ്ങനേലും. അവനാകെ ടയേർഡായിട്ടായിരുന്നു കുഞ്ഞാപ്പി ഇരുന്നത്. ഭയങ്കര ക്ഷീണമായിപ്പോയി കുഞ്ഞാപ്പിക്കും. ഡ്രസ്സൊക്കെ ഊരിയപ്പോൾ ആൾ ഹാപ്പിയായി. കാലും പൊക്കി ഇരിക്കണം നോക്കിക്ക്. ആൾ ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് മേടിച്ചൊരു മാലയാണ് കേട്ടോ ഇത്. ചേച്ചി മേടിച്ചു ഒരു 2 ലെയറിൻ്റെ ചേച്ചി മേടിച്ചു. ഞാൻ 2 ലെയർ നോക്കട്ടെ, എനിക്ക് കിട്ടിയില്ല. അവസാനം 4 ലെയർ മേടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിതേ ഓക്കെ ആയി. ഞങ്ങളപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ് ഗേൾസ്. എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റാ ബൈ ബൈ ഓക്കെ ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.